ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. 35ാം വിവാഹ വാർഷികമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റാണ് ഈ കാണുന്നത്. ഞങ്ങൾക്കങ്ങനെ വിവാഹ വാർഷികമോ അതുപോലെ ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ ആഘോഷിക്കാറില്ല. ചേട്ടന് അതിലൊന്നും താല്പര്യമില്ല. ചേട്ടൻ പറയുന്നത് അങ്ങനെ ഒന്നും വലുതായിട്ട് ആഘോഷിക്കുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരന് അതിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനും അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഗിഫ്റ്റ് തരുമോ അല്ലെങ്കിൽ വിവാഹ വാർഷികം ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി ഇത് അങ്ങനെയൊന്നും കാണിക്കുന്നതിലൂടെ ഒരു താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാനും അതുമായിട്ടങ്ങ് യോജിച്ച് അങ്ങനെ പോകുന്നതാണ്. അപ്പോഴാണ് ഒരു ഉച്ചയായപ്പോഴത്തേന് ഈ രണ്ട് ഫ്രണ്ട്സ്, ഞങ്ങളുടെ അടുത്ത ഫ്രണ്ട്സാണ്, അവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ ഈ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ അത് കണ്ടിട്ട് ഒരു ഗിഫ്റ്റുമായിട്ട് വന്നതാണ്, കേക്കുമായിട്ട്. അങ്ങനെ അവർ ഞങ്ങളെ കൊണ്ട് തന്നെ അത് മുറിപ്പിച്ച് രണ്ടുപേരും വായിലൊക്കെ വെക്കുന്നതൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടന്ന ഒരു സംഭവമാണ്. ഈ 35ാം വിവാഹ വാർഷികത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം അവർ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നതാണ് കാണുന്നത്. ഇവരാണ് കേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്. അങ്ങനെ അവരൊക്കെ പോയി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ ചേട്ടൻ്റെ കുടുംബക്ഷേത്രമുണ്ട്, മലമേൽ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. അന്നേരം മലമേൽ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ മലമേൽ ഇക്കോ ടൂറിസം ഉള്ളത്. അന്നേരം ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. അത് ഒരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര ഒരു വലിയ പാറയാണ്, അവിടെ എല്ലാം പാറയാണ്. അപ്പോൾ ഈ പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ അമ്പലമാണ്. ശിവനും പിന്നെ മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഈ അമ്പലത്തിൽ പോകും എന്നല്ലാതെ ഈ ടൂറിസം വകുപ്പിൻ്റെ ഇത് അവിടെ ആരംഭിച്ചതിന് ശേഷം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് അതുകൂടെ കാണാമെന്ന് കരുതി ഞങ്ങൾ പോയതാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. കണ്ടോ, ഇത് അമ്പലം ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന അമ്പലമാണത്. എല്ലാം പാറയുടെ മുകളിലാണ്. ഈ ഇക്കോ ടൂറിസവും മൊത്തം പാറയുടെ മുകളിലാണ്. പക്ഷെ നന്നായിട്ടത് ചെയ്തിട്ടുണ്ട് അവർ. ഈ ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പം ചടയമംഗലം ജടായു പാറയും അതുപോലെ ഈ മലമേൽ ഇക്കോ ടൂറിസമൊക്കെ സഞ്ചാരികളെ വളരെയധികം ഇപ്പോൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ വരുന്ന സഞ്ചാരികളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. വലിയ വലിയ പാറകളുടെ മുകളിലാണ് ഇതിപ്പം എല്ലാം ടൂറിസം വകുപ്പ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പാറയുടെ മുകളിൽ കയറി നിന്ന് നോക്കിയാൽ ഒരു പരിസര പ്രദേശങ്ങൾ മുഴുവനും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പിന്നെയും വലിയ വലിയ പാറകളുണ്ട് അങ്ങോട്ട്. അതൊക്കെ കയറി പോകാൻ താല്പര്യമുള്ളവർക്ക്, അതുപോലെ ഇങ്ങനെ കുത്തനെയുള്ള പാറകളൊക്കെ കയറിപ്പോകാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ലതാണ് ഈ സ്ഥലം കാണാൻ. ഇത് ഞങ്ങളവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരിയാണ്, കൂടെ പഠിച്ച കുട്ടിയാണ്. അവർ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. അതുകൊണ്ട് അവരെ അവിടെ വെച്ച് കാണാൻ കഴിഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി ഞങ്ങളെ അതെല്ലാം കൊണ്ടു നടന്ന് കാണിച്ചു. അങ്ങനെ കുറേ സ്ഥലങ്ങളും പാറകളുടെ മുകളിലോട്ടാണ് നമ്മൾ കയറി പോകേണ്ടത്. ഈ ട്രക്കിങ്ങൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടും. ഇതുപോലെ കുത്തനെയുള്ള പാറകളൊക്കെ ചവിട്ടി നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഏറ്റവും ഉയരമുള്ള പാറയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പരിസര പ്രദേശങ്ങളെല്ലാം നല്ല വ്യൂ പോയിൻ്റാണ്. അതേപോലെ സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും ഒക്കെ കാണാൻ ധാരാളം സഞ്ചാരികൾ രാവിലെയും വരും. അതുപോലെ മഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരുപാട് മനോഹരമായൊരു കാഴ്ചയാണ് ഈ മലമേൽ ഇക്കോ ടൂറിസം. എന്തായാലും നന്നായിട്ടത്, ഞാനിതുവരെ ഇത് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് പോയിൻ്റ് ആയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല. അമ്പലത്തിൽ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ആ കാലം മുതൽ തന്നെ ഞാൻ ഈ അമ്പലത്തിൽ വരുന്നതാണ്. അത് അമ്പലം അങ്ങേ സൈഡിലായിട്ടാണ്, വേറൊരു പാറയുടെ മുകളിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലവും ഉള്ളത്. അങ്ങനെ ഇത് സൺസെറ്റാണ്, വൈകിട്ടായി. ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്, ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത്. നല്ല രസവും നല്ല വ്യൂ പോയിൻറ്റുമാണ്. കല്യാണമൊക്കെ കഴിക്കുന്ന ആൾക്കാരും അതുപോലെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇതേപോലത്തെ ഈ ട്രക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമൊക്കെയാണ് ഈ മലമേൽ ഇക്കോ ടൂറിസം കാണാനായിട്ട് കൂടുതലും വരുന്നത്. ഞായറാഴ്ചകളിലൊക്കെ വലിയ തിരക്കാണെന്നാണ് പറഞ്ഞത്. അല്ലാത്ത ദിവസം ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്ന് തന്നെ നല്ല ആളുണ്ടായിരുന്നു അവിടെ. പിന്നീട് ഞങ്ങൾ അതെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ തിരിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ഒരുപാട് കാണാനുണ്ട്, അവിടെ എല്ലാം നടന്ന് കാണാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കവിടെ കൂൾ ഡ്രിങ്ക്സ് അതുപോലെ സ്നാക്സും ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്.
അവിടുന്ന് നമുക്ക് ഐസ്ക്രീം അതുപോലെ ചെറിയ ചെറിയ സ്നാക്സ് കാപ്പി അതൊക്കെ കിട്ടുന്ന അവിടെ തന്നെ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാർക്ക് ദാഹം ഒക്കെ വന്നു കഴിഞ്ഞാലും ചെറിയ വിശപ്പൊക്കെ വന്നാലും നമുക്ക് അവിടെ തന്നെ കഴിക്കാൻ പറ്റും. ഇത് പിന്നീട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ എല്ലാം കറങ്ങി തിരിച്ചു വന്നപ്പോൾ ഒരു 7:30-8 മണിയോടടുത്തു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ രാത്രിയിലൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി വരുന്ന വഴിക്ക് ഞങ്ങൾ പെറോട്ട വാങ്ങിക്കൊണ്ട് വന്നതാണ്. പെറോട്ടയും ചിക്കൻ ഫ്രൈയുമാണ്, പിന്നെ ചിക്കൻ ഗ്രേവിയുണ്ട്. അതുകൂട്ടിയാണ് കഴിക്കുന്നത്. അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ട് ഇപ്പം തന്നെ ഒരു 9-9:30 മണിയായി. എനിക്കാണെങ്കിൽ നല്ല ജലദോഷവും മൂക്കടപ്പും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് സൗണ്ട് കയറ്റണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചതാണ്. പിന്നീട് ഓർത്ത് ഇന്നല്ലേ വെഡിങ് ആനിവേഴ്സറി, അപ്പോൾ ഇന്ന് തന്നെ ഇത് ഇടണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇപ്പോൾ രാത്രി തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഇടുകയാണ്. മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നത് കൊണ്ട് എൻ്റെ സൗണ്ടിന് ഒരുപാട് വ്യത്യാസം തോന്നിക്കും. നാളെ ആകുമ്പോഴത്തേനും മാറുമെന്ന് കരുതുന്നു. ജലദോഷവും പനിയും തൊണ്ടയടപ്പും ഒക്കെ വന്നതാണ്, അതങ്ങോട്ട് മാറുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഈ കാലാവസ്ഥ മാറിയതിൽ വന്നതാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ചുമയും പനിയൊക്കെ. പക്ഷേ എനിക്ക് പനിയായിട്ടില്ല, ഇങ്ങനെ ചുമയും തൊണ്ടകുത്തി ചുമയൊക്കെയാണ് ഉള്ളത്. അങ്ങനെ രാത്രിയിൽ ഞങ്ങൾ പെറോട്ടയും ഇത് കറിയൊക്കെ കഴിച്ച് പിന്നീട് നാളെ ഞങ്ങളൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പനി നല്ല കുറവുണ്ടെങ്കിൽ നാളെ അവിടെ പോകണമെന്ന് കരുതുന്നു. പോവുകയാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ വീഡിയോകളും ഒക്കെ ആയിട്ട് വരാം. പിന്നീട് ഇന്ന് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്നത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കേക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ സർപ്രൈസായിട്ട് തോന്നിയിരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ